നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിപ്ലവം നെഞ്ചേറ്റിയ ഇതിഹാസ ജീവിതത്തിന് വിട. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് വിടവാങ്ങുന്നത് സിപിഎമ്മിലെ സൌമ്യതയുടെ ആൾരൂപം. ഒരുപാട് പേർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന പദ്ധതിയാണ് ടൂറിസം എന്ന ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. കാട്ടകാമ്പാൽ പഞ്ചായത്ത് സ്രായിക്കടവിലെ ബോട്ട് സർവീസ് പദ്ധതി MP നാടിന് സമർപ്പിച്ചു. ആവശ്യമായ സുരക്ഷ ബോട്ട് യാത്രികർക്ക് ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPI അംഗങ്ങളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് ആരോപണം. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അപകട ഭീഷണിയായ മൺകൂനകൾ നീക്കം ചെയ്യുന്നില്ലെന്നും മാലിന്യ നിക്ഷേപം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ വിദ്യാഭ്യാസം തെളിച്ചമുള്ള വിദ്യാർത്ഥി ശബ്ദങ്ങളുടേതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉൽപാദനയും വിൽപ്പനയും തടയുന്നതിന് ശക്തമായ നടപടികളൊരുക്കാൻ എക്സൈസ് വിഭാഗം. കുന്നംകുളത്ത് MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന CISSE റീജിയണൽ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കം. കേരളത്തിലെ 63 ICSE സ്കൂളുകൾ 6 സോണുകളാക്കി തിരിച്ചു നടത്തുന്ന കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് 800-ലധികം വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. വിപ്ലവം നെഞ്ചേറ്റിയ ഇതിഹാസ ജീവിതത്തിന് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ചികിത്സയിലിരിക്കെയാണ് 72 വയസ്സുള്ള അദ്ദേഹത്തിന്റെ അന്ത്യം. വാഗ്മിയും നയതന്ത്രജ്ഞനുമായ യെച്ചൂരി CPMലെ സൌമ്യതയുടെ ആൾരൂപമായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് ആഗസ്റ്റ് 19 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാരുടെ മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിചരണം. ഇടയ്ക്ക് നില മെച്ചപ്പെട്ടുവെങ്കിലും വീണ്ടും ഗുരുതരാവസ്ഥയിലായി. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി 1952 ഓഗസ്റ്റ് 12 മദ്രാസിലാണ് ജനിച്ചത്. സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപ്പികയുടെയും മകനായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം JNUവിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. JNUവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974 SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവു ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥ കാലത്ത് 1975 അദ്ദേഹം അറസ്റ്റിലായി. 1978 SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1986 SFI ദേശീയ പ്രസിഡന്റായി. 1984 32 വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988 തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 1992 മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. പിന്നീട് 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്നും CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018 ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022 കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്നു. 2005 പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തക സീമ ചിൽസിയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവർ മക്കളാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ജനകീയ മുന്നേറ്റങ്ങൾക്കായി പാകപ്പെടുത്താനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്തം ദാർശനിക വ്യക്തതയോടെ നിർവഹിച്ച നേതാവായിരുന്നു യെച്ചൂരി. അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീച്ചൂടിൽ സമര പോരാട്ടങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ പ്രവർത്തകനായ യെച്ചൂരി അന്ത്യം വരെയും ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV.
പോർക്കുളം അഗതിയൂരിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അഗതിയൂർ സ്വദേശി കുട്ടൻകുളങ്ങര വീട്ടിൽ 56 വയസ്സുള്ള സുന്ദരനാണ് വെട്ടേറ്റത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന മകനും സുന്ദരനും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ മകൻ കത്തിയെടുത്ത് സുന്ദരന്റെ തലയിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. പരിക്കേറ്റ സുന്ദരനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റ സുന്ദരന്റെ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരുപാട് പേർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന പദ്ധതിയാണ് ടൂറിസമെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് സ്രായിക്കടവിലെ ബോട്ട് സർവീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആവശ്യമായ സുരക്ഷ ബോട്ട് യാത്രികർക്ക് ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPI അംഗങ്ങളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. മാലിന്യമുക്ത ടൂറിസം പദ്ധതിയാണ് നടപ്പാക്കേണ്ടതെന്ന് MP കൂട്ടിച്ചേർത്തു. ഏത് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാവും ഇവിടെയും അതിൻ്റെ മുൻകരുതൽ എടുക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഹരിത കർമ്മസേനയുണ്ട്. അവരെയൊക്കെ തന്നെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു ടൂറിസം മേഖലയായിട്ട് ഈ മേഖലയെ മാറ്റണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കോൾപ്പാടങ്ങളിൽ ഒട്ടേറെ ടൂറിസം പദ്ധതികൾക്ക് തുടക്കമിട്ടെങ്കിലും എതിർപ്പുകളും പ്രശ്നങ്ങളും കാരണം നടപ്പായില്ലെന്ന് MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ വെച്ച് ആനക്കുണ്ടിന്റെ ചേർന്നെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കിയതാണ്. അതിനോട് സ്വാഭാവികമായിട്ടുള്ള ചില സംശയങ്ങളും പരാതികളും ഒക്കെ വന്നു. മണ്ണിന്റെ ഗുണനിലവാരത്തിന്റെ പ്രശ്നം വന്നു. കരാറെടുത്ത ആൾ പ്രശ്നത്തിലായി. ആ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ ആനക്കുണ്ടിലെ ചെളി മാറ്റിയാൽ തന്നെ ഈ പ്രദേശത്തേക്ക് ആവശ്യമായ ജലസേചനത്തിനുള്ള സൗകര്യം ഉണ്ടാവും. ചടങ്ങിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തും ഡ്രീം ഇക്കോ വാട്ടർ സ്പോർട്സ് ആൻഡ് ടൂറിസവുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. യാത്രക്കാർക്ക് സ്വയം തുഴയാവുന്ന രീതിയിലുള്ള ബോട്ടുകളും കാൽകൊണ്ട് ചവിട്ടി നീക്കാവുന്ന തരത്തിലുള്ള ബോട്ടുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. 6 മാസത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ ബോട്ട് സർവീസ് നടത്താനാകും. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് CPI കാട്ടകാമ്പാൽ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. യാത്രികർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയില്ലെന്നും CPI പ്രവർത്തകർ പറഞ്ഞു. ബോട്ടിംഗ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPI അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, KT ഷാജൻ എന്നിവർ വിട്ടുനിന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയുമാണ് ബോട്ടിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവരും ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെടാതെയാണ് ഈ സ്വകാര്യ വ്യക്തി ഇതുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ ബോട്ടിംഗ് സൗകര്യം പഞ്ചായത്തിൽ ഏർപ്പെടുത്താൻ കഴിയുള്ളൂ. അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ എടുക്കണം. 1 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ പോലും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പൊതു റോട്ടിൽ പഞ്ചായത്തിൻ്റെ പെർമിറ്റില്ലാതെ ബാത്റൂം ഉൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിയമപരമായി കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും അത് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താത്തതിനാൽ അപകടം സംഭവിച്ചാൽ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് അംഗങ്ങളും പങ്കെടുത്തില്ല. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന ആരോപണം. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. റോഡരികിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായി കിടക്കുന്ന വലിയ മൺകൂനകൾ മാറ്റുന്നതിലും റോഡരികിൽ അറവ് മാലിന്യം തള്ളുന്നത് തടയുന്നതിലും നടപടികളില്ലാത്തതിനാൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾ വാക്കൌട്ട് നടത്തിയത്. പാർലമെന്ററി പാർട്ടി ലീഡർ സ്വപ്ന രാമചന്ദ്രൻ, മെമ്പർമാരായ CD സൈമൺ, VV ബാലകൃഷ്ണൻ, വിജിനി ഗോപി, അജി ജോഷി എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടക്കുന്ന അടിയന്തര യോഗത്തിൽ നിന്ന് കോൺഗ്രസിന്റെ മെമ്പർമാര് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ 2 മാസക്കാലമായിട്ട് വേലൂർ പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ കത്താതെ റിപ്പയർ ചെയ്യാതെ കിടക്കുകയാണ്. പഞ്ചായത്തിലെ കഴിഞ്ഞ യോഗത്തിൽ മെമ്പർമാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കു പറഞ്ഞതായിരുന്നു. എല്ലാ ഗ്രാമസഭകളിലും 7-ാം തീയതിയോടുകൂടി എല്ലാ ഗ്രാമസഭകളും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രാമസഭകളിലും വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു,
എത്രയും പെട്ടെന്ന് ലൈറ്റുകളുടെ റിപ്പയറിംഗ് ചെയ്തു തരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ഇന്ന് ഈ ദിവസമായിട്ട് പോലും ഇവിടെ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തതുമാണ്. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ വേലൂർ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ ഒരു ഓണാഘോഷത്തിൽ നിൽക്കാനോ ഇങ്ങനൊരു യോഗത്തിൽ വലിയ രീതിയിൽ പങ്കെടുക്കാനോ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. ജനങ്ങൾ ഇരുട്ടിൽ കിടക്കുമ്പോൾ ഈ ഓണത്തിന് അവർ ഇരുട്ടിൽ തപ്പുമ്പോൾ ഞങ്ങൾക്ക് മെമ്പർമാർക്ക് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്കായിട്ടുള്ള ഞങ്ങൾക്ക് ഇതിൽ പ്രതിബദ്ധതയുള്ളത് കൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിൽ വിട്ടു നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുപോലെ വേലൂർ പഞ്ചായത്തിൽ തെരുവുവിളക്ക് അറ്റകുറ്റപ്പണി നടത്താൻ വാർഷിക കരാർ എടുത്ത കമ്പനി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പ്രവൃത്തി ചെയ്തിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശോഭി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മഴയിലും കാറ്റിലും തകരാറിലായവയും പൂർവ്വസ്ഥിതിയിലാക്കും. റോഡരികിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കാൻ 4 ലക്ഷം രൂപ വകയിരുത്തുകയും കെൽട്രോണുമായി കരാർ ചർച്ച പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വിഭാഗത്തിന്റെ മണ്ണ് മാറ്റാൻ അവർ നടപടി സ്വീകരിച്ചു വരുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. പഞ്ചായത്തിൽ ഓണാഘോഷവും 3 ഉദ്യോഗസ്ഥരുടെ യാത്രയപ്പും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചടങ്ങുകൾ അലങ്കോലമാക്കി കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പുതിയ വിദ്യാഭ്യാസം തെളിച്ചമുള്ള വിദ്യാർത്ഥി ശബ്ദങ്ങളുടേതെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻകാല വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വിദ്യാർത്ഥി ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കേണ്ടതാണ് ഇന്നത്തെ വിദ്യാഭ്യാസമെന്നും അതിനുവേണ്ടി കലാലയങ്ങളിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് എന്നതിനു പുറമെ തൊഴിൽ ക്ഷമതയ്ക്ക് വേണ്ടുന്ന വൈദഗ്ധ്യം കൂടി നൽകാൻ കലാലയങ്ങൾ ബാധ്യസ്ഥരാണ്. പുതിയ കാല 4 വർഷ ബിരുദ കോഴ്സുകൾ അത്തരത്തിൽ രൂപകൽപ്പന ചെയ്തതാണെന്നും വിദ്യാർത്ഥികൾക്കും കലാലയത്തിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ട പരിപൂർണ പിന്തുണ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവേകാനന്ദ കോളേജിലെ വിദ്യാർത്ഥികൾക്കായി ശുചിമുറി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച AC മൊയ്തീൻ MLA ഉറപ്പു നൽകി. കോളേജിന്റെ ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ MP മുഖ്യപ്രഭാഷണത്തിൽ പങ്കുവച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർ പ്രേമരാജ് ചൂണ്ടാലാത്ത്, കമ്മീഷണർ SR ഉദയകുമാർ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KS രജിത്, സംസ്ഥാന നിർമ്മിതി കേന്ദ്ര റീജിയണൽ എഞ്ചിനീയർ സതീദേവി, PTA വൈസ് പ്രസിഡന്റ് രാജകുമാർ മധു, കോളേജ് ഹെഡ് അക്കൌണ്ടന്റ് K സേതുനാഥ്, രുസ കോർഡിനേറ്റർ ഡോക്ടർ V ദേവിരാജ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, റിട്ടയേർഡ് അധ്യാപകർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ പോസ്റ്റ് ഓഫീസ് ATMൽ നിന്ന് ലഭിച്ച 10,000 രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. ഗുരുവായൂർ ദേവസ്വം തപാൽ സെക്ഷൻ അസിസ്റ്റന്റ് മാനേജർ തുപ്പത്ത് ഉണ്ണികൃഷ്ണന്റെ മകൻ പാർത്ഥനും റിട്ടയേർഡ് ദേവസ്വം ജീവനക്കാരൻ പീച്ചിലി രാജന്റെ മകൻ ഗോകുൽ കൃഷ്ണനുമാണ് നേരിന്റെ പൊന്മാറ്റ് തെളിയിച്ച പ്രതീകങ്ങളായത്. മറ്റം സ്വദേശിയുടെ പണമായിരുന്നു നഷ്ടപ്പെട്ടത്. ഇയാൾ 2 തവണയായി 20,000 രൂപ പിൻവലിച്ചിരുന്നു. എന്നാൽ 2ാം തവണ പണം വരാൻ താമസമെടുത്തതോടെ ഇയാൾ സ്ഥലം വിട്ടു. പാർത്ഥനും ഗോകുലും പണം എടുക്കാൻ എത്തിയപ്പോഴാണ് ATMൽ 10,000 രൂപ കണ്ടത്. ഉടൻ തന്നെ പണമെടുത്ത് പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചു. പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റം സ്വദേശിയുടെ പണമാണെന്ന് കണ്ടെത്തിയത്. ഇയാളുടെ നിർദ്ദേശപ്രകാരം പണം അക്കൌണ്ടിൽ തിരികെ നിക്ഷേപിച്ചു. സത്യസന്ധത കാണിച്ച വിദ്യാർത്ഥികളെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഉപഹാരം നൽകി അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം കൌൺസിലിൽ ആവശ്യപ്പെട്ടു. ലൈറ്റുകൾ പ്രകാശിക്കാത്തതിനാൽ നഗരത്തിലെ പ്രധാന ഇടങ്ങൾ രാത്രി ഇരുട്ടിലാണ്. എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണിക്ക് കരാറുകാരെ ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കൌൺസിലിനെ അറിയിച്ചു. എന്നാൽ നഗരത്തിലെ ഈ സ്ഥിതി കണക്കിലെടുത്ത് ഒരു കരാർ കമ്പനിയോട് നിർബന്ധപൂർവ്വം അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 2 ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി അറ്റകുറ്റപ്പണി പൂർത്തിയാകുമെന്നും ചെയർമാൻ അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നഗരസഭ അറിയാതെ ബാരിക്കേഡ് സ്ഥാപിച്ചവരെ കണ്ടെത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് കണ്ടെത്തി നടപടിയെടുത്തില്ലെങ്കിൽ ആർക്കും ബാരിക്കേഡ് സ്ഥാപിക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്നും ഉദയൻ ചൂണ്ടിക്കാട്ടി. ബാരിക്കേഡ് സ്ഥാപിച്ചവരെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാരേജ് രജിസ്ട്രേഷൻ കൌണ്ടർ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രനടയിൽ താലികെട്ട് കഴിഞ്ഞയുടൻ വധൂവരന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തൊട്ടടുത്ത് തന്നെ വിവാഹം രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് കൌണ്ടർ ആരംഭിക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിൽ റെക്കോർഡായി 334 വിവാഹങ്ങൾ നടന്നപ്പോഴും 8 പേർ മാത്രമാണ് നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്തിയതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി.
കെ സ്മാർട്ട് നിലവിൽ വന്നതിന് ശേഷം നഗരസഭയിലെത്തി വിവാഹ രജിസ്റ്റർ ചെയ്യുന്നവരിൽ 20% കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് വ്യക്തമാക്കി. നഗരത്തിലെ വാട്ടർ ATMകളിലെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് കൌൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ നഗരസഭയിൽ കൌൺസിൽ നടന്നുകൊണ്ടിരിക്കെ മുകളിലെ ലൈറ്റ് കവറിംഗ് പൊട്ടിവീണു. ഒരടിയിലധികം വലിപ്പമുള്ള കവറിംഗ് ആണ് പൊട്ടിവീണത്. സീലിംഗിൽ നിന്നുള്ള ബന്ധം വേർപെട്ടെങ്കിലും വയറിൽ തൂങ്ങി നിന്നു. കൌൺസിലർമാർ പരിഭ്രാന്തരാകാതെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം എന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടെങ്കിലും വനിതാ കൌൺസിലർമാർ അടക്കമുള്ളവർ ഭയന്നു മാറിയിരുന്നു. കൌൺസിൽ അവസാനിച്ചതിനു ശേഷം ചെയർമാന്റെ നിർദ്ദേശപ്രകാരം കൌൺസിലർ PT ദിനിൽ കവറിംഗ് അഴിച്ചുമാറ്റി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിളിന് കീഴിൽ ലഹരി വസ്തുക്കളുടെ ഉൽപാദനവും വിൽപ്പനയും തടയുന്നതിനായി നടപടികളാകുന്നു. കുന്നംകുളം നഗരസഭ കോൺഫറൻസ് ഹാളിൽ MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ കമ്മിറ്റി യോഗത്തിലാണ് വിവിധ വകുപ്പുകൾ സംയുക്തമായി പ്രവർത്തിക്കാൻ തീരുമാനമായത്. വിവിധ മേഖലകളിൽ പോലീസ്, എക്സൈസ് തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തും. ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായ സ്ഥലങ്ങളിൽ മുഴുവൻ സമയ നിരീക്ഷണവും രാത്രികാല പരിശോധനയും ശക്തമാക്കും. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം നടന്നത്. യോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ, കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠൻ, കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ പോളി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ഒരു വർഷം നീണ്ടുനിന്ന 75ാം വാർഷികാഘോഷത്തിന്റെ സമാപനം ഈ മാസം 18-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് നടക്കുന്ന സെമിനാർ സിനിമാ നിരൂപകൻ MC രാജു നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ VC ബിനോയ് വിഷയാവതരണം നടത്തും. വൈകിട്ട് 5-ന് പുത്തൻകുളം പരിസരത്ത് നടക്കുന്ന സമാപന സമ്മേളനം നടൻ ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും. TK വാസു മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് 7 മണിക്ക് സുനിൽ ചൂണ്ടലിന്റെ ലഘുനാടകവും KPSCയുടെ മുടിയനായ പുത്രൻ എന്ന നാടകവും അരങ്ങേറും. ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, ബൈജു പന്തായിൽ, VD ബിജു, KV സജീഷ്, KK ഭൂപേശൻ, PA ബിനുദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CISSE കേരള റീജിയണൽ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. സംസ്ഥാനത്തെ 63 ICSE സ്കൂളുകൾ 6 സോണുകളായി തിരിച്ചു നടത്തുന്ന മത്സരത്തിൽ 800-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നുണ്ട്. രാവിലെ 9:30-ന് ഗ്രൗണ്ടിൽ ബാൻഡിന്റെ അകമ്പടിയോടെ 6 സോണുകളായി മാർച്ച് പാസ്റ്റ് നടന്നു. MLA AC മൊയ്തീനും കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചനും ചേർന്ന് CISSE പതാക ഉയർത്തി. കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ മത്സരാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ MLA AC മൊയ്തീൻ അത്ലറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോജി വർഗീസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഫാദർ ആന്റണി അധ്യക്ഷനായി. കേരള മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചനെ ചടങ്ങിൽ ആദരിച്ചു. ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷീനോ കളപ്പുരയ്ക്കൽ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോബി വർഗീസ്, പാവർട്ടി സാന്റ് ജോസ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ദീപ്തി ജോൺ, പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിനോ ജോസഫ്, പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് N ജോജോ ജേക്കബ് എന്നിവർ സംബന്ധിച്ചു. പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലീഡർ ഇവാൻഷ്യ ആൻസൺ മത്സരാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്തെ 63 ICSE സ്കൂളുകൾ 6 സോണുകളായി തിരിച്ചു നടത്തുന്ന മത്സരത്തിൽ 800-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. 14 വയസ്സിനും 17 വയസ്സിനും 19 വയസ്സിനും താഴെയുള്ള 3 വിഭാഗങ്ങളിലായി ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്ത ഫീൽഡ് മത്സരങ്ങളിലും ട്രാക്ക് മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും കായിക പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന കായികമേള ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ ഇനങ്ങളിലായി മത്സരിച്ച് 1ഉം 2ഉം സ്ഥാനത്തിന് അർഹരായവർക്ക് സെപ്റ്റംബർ 24-ന് ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള അവസരം ലഭിക്കും. CCTV ന്യൂസ് കുന്നംകുളം. മരത്തംകോട് ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. കരുവാൻ വീട്ടിൽ വേലായുധന്റെ മകൻ 49 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:30-യോടെ വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മരം കുത്തുപണിക്കാരനായിരുന്നു. രാജലക്ഷ്മി ഭാര്യയും വിധുരാജ് മകനുമാണ്.
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പുന്നേർകുളത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അബൂബക്കർ കുന്നക്കാടൻ, കമറുദ്ദീൻ ഷാ, രാംദാസ്, P രാജൻ, NR ഗഫൂർ, ടിപ്പു ആറ്റുപുറം, സലീൽ അറയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറ സെന്റർ ചുറ്റി കുന്നത്തൂരിൽ സമാപിച്ചു. അഷ്റഫ് മാവിൻചുവട്, ലിയാഖത്ത് അലി, ബക്കർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളിയിൽ നീഹാരം ബഡ് സ്കൂൾ ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ ആദ്യമായി എളവള്ളി പഞ്ചായത്തിലാണ് ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ബഡ്സ് സ്കൂൾ. എളവള്ളി പാറ സെന്ററിന് സമീപമുള്ള കളിസ്ഥലത്തിനോട് ചേർന്നാണ് നീഹാരം എന്ന പേരിൽ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത്. ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനവും കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പഠനോപകരണ കിറ്റുകളുടെ വിതരണവും K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. നമുക്കറിയാം, അധികാരവും സമ്പത്തും താഴേക്ക് വികേന്ദ്രീകരിക്കുമ്പോൾ നാം സ്വപ്നം കണ്ട കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അധികാരവും സമ്പത്തും താഴേക്ക് കിട്ടിയാൽ നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് മാറി എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷമുണ്ടായി. ഇനിയും ഉണ്ടാകും, വിശേഷിക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് പോകാമെന്ന് വിചാരിച്ച കാര്യമില്ല. ഓരോ കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യം. നമ്മുടെ വീട്ടിൽ എങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ C ചന്ദ്രബാബു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, NB ജയ, TC മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OJ ഷാജൻ, ICDS സൂപ്പർവൈസർ മീര മോഹൻ എന്നിവർ സംസാരിച്ചു. 13 കുട്ടികളാണ് സ്കൂളിൽ ഇതിനകം പ്രവേശനം നേടിയിട്ടുള്ളത്. 3 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത്. നിലവിൽ 2 ബഡ്സ് സ്കൂൾ അധ്യാപകരും 1 ആയയും സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരും അടങ്ങുന്ന ടീമിന്റെ സേവനമാണ് സ്കൂളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. 3 ക്ലാസ് മുറികൾ, വിശ്രമമുറി, അടുക്കള, നടുമുറ്റം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടോയ്ലറ്റുകൾ, സ്റ്റോർ, ഓഫീസ് മുറി, റിസപ്ഷൻ, തെറാപ്പി റൂം, റാമ്പ് സൗകര്യം, നടുമുറ്റത്തിനു ചുറ്റും വരാന്ത, വലിയ കുടിവെള്ള ടാങ്ക്, ബോർവെൽ എന്നീ സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. കുടുംബശ്രീ മിഷൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് എളവള്ളി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. CCTV ന്യൂസ്, കേച്ചേരി. ഇനി ഓണവിശേഷം. തുമ്പിലാടുമൊരു തുമ്പിക്കുഞ്ഞോളെ നിന്നെ പൂക്കളത്തിലടയാളമോ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ സംഘടിപ്പിച്ചു വരാറുള്ള ഓണത്തല്ല് അഥവാ കയ്യാങ്കളി വയനാട് ദുരന്തത്തെ തുടർന്നും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും ഇത്തവണ നടത്തുന്നില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന കലാവിരുന്നായ ഓണത്തല്ല് സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതെന്നും 2 വർഷത്തെ നടത്തിപ്പിന്റെ ഗ്രാന്റ് ടൂറിസം വകുപ്പിൽ നിന്നും ഇതുവരെ ലഭ്യമാകാത്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നും പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് CK രവി പറഞ്ഞു. സെക്രട്ടറി MK ശിവദാസൻ, ട്രഷറർ KB അശോക് കുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CI ജോസ്, സുബ്രു, ജിമ്മി ഐപ്പൂരു തുടങ്ങിയവരും സംബന്ധിച്ചു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കൊല്ലം ഓണത്തല്ല് നടത്തേണ്ട എന്ന് തീരുമാനിച്ചത്. ഒന്ന്, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള മഹാദുരന്തം, വയനാട് ദുരന്തം, അതിൻ്റെ ഭാഗമായിട്ടും രണ്ടാമതായി സാമ്പത്തികമായി ഞങ്ങൾക്ക്
വിനോദ വകുപ്പിൽ നിന്ന് കിട്ടേണ്ട ഗ്രാൻഡ് 2 വർഷമായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ കത്തൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ പരാതി അപേക്ഷ കൊടുത്തെങ്കിലും അത് പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞ് കത്ത് വന്നെങ്കിലും അത് ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഓണത്തല്ല് നടത്തേണ്ട സാഹചര്യം ഇല്ല എന്ന രീതിയിലുള്ള കമ്മിറ്റിയുടെ അഭിപ്രായം ജനങ്ങളോട് ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പൂക്കളങ്ങളിൽ നിറയുന്ന ഓണത്തപ്പന്മാരുമായി ഇക്കൊല്ലവും കച്ചവട നഗരിയിലെത്തി അമ്മിണിയമ്മ. ഏറെ പ്രതീക്ഷകളോടെ ഈ സീസൺ മാത്രം മുന്നിൽ കണ്ട് കടന്നുവരുന്ന അമ്മിണിയമ്മയ്ക്ക് പക്ഷേ നിരാശപ്പെടേണ്ടി വരാറില്ല. കുന്നംകുളം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണത്തപ്പന് പലയിടങ്ങളിൽ പല പേരുകളും പല ഐതിഹ്യങ്ങളുമാണ്. ചിലയിടങ്ങളിൽ ഇവയെ തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ എന്നൊക്കെയാണ് പറയുന്നത്. ഓണനാളുകളിൽ പൂക്കളങ്ങളിൽ നിറയുന്ന ഓണത്തപ്പന്മാരുമായി ഇക്കൊല്ലവും വ്യാപാര നഗരിയിൽ സജീവമാണ് ഈ അമ്മിണിയമ്മ. എരുമപ്പെട്ടി മങ്ങാട് സ്വദേശിയായ ഇവർ എല്ലാ ഓണക്കാലത്തും ഓണത്തപ്പന്മാരുടെ വിപണി ഒരുക്കാറുണ്ട്. വിവിധ വലുപ്പത്തിലുള്ള ഓണത്തപ്പന്മാരാണ് വിപണിയിലുള്ളത്. 2 മാസം മുൻപായിരുന്നു ഇവയുടെ നിർമ്മാണം തുടങ്ങിയത്. വീട്ടിൽ തന്നെയാണ് കളിമണ്ണ് കൊണ്ട് ഇത് ഒരുക്കിയെടുക്കുന്നത്. മണ്ണുകുഴച്ച് നല്ലതുപോലെ പദം വരുത്തും. ശേഷം രൂപത്തിലാക്കി ഉണക്കിയെടുക്കും. നിറം നൽകാൻ ഇഷ്ടികപ്പൊടിയാണ് ചേർക്കുന്നത്. 20 വർഷത്തോളമായി തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം തുടങ്ങിയിട്ട്. സഹായിക്കാൻ മകൾ ജയയും ഒപ്പമുണ്ട്. തിരുവോണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ വരും ദിവസങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മാതാവും മകളും. CCTV ന്യൂസ് കുന്നംകുളം. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് താമരക്കണ്ണൻ. ഗുരുവായൂരിലെ വ്യാപാരിയായ അനിൽ പ്രേമന്റെ വക വഴിപാടായാണ് 24 അടി നീളവും 15 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. കയ്യിൽ വെണ്ണയുമായി താമരയ്ക്ക് മുകളിൽ ഇരിക്കുന്ന കണ്ണന്റെ രൂപം വിവിധ തരത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. കലാകാരന്മാരായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മുകേഷ് മുരളി, സുരേഷ് സാരഥി, കല സുഭാഷ്, നിഖിൽ വിശ്വം, മനോജ് മിന്നൂസ്, ദീപിഷ് പയ്യപ്പാട്ട്, വിപിൻ വിശ്വനാഥൻ എന്നിവരാണ് പൂക്കളം ഒരുക്കിയത്. ഇതിനായി 50 കിലോ പൂക്കൾ വേണ്ടിവന്നതായി അനിൽ പ്രേമൻ പറഞ്ഞു. ഓണക്കാലമായതോടെ ഷീജയുടെ കൃഷിയിടത്തിലെ പച്ചക്കറിക്ക് വൻ ഡിമാൻഡ്. 1 ഏക്കറിൽ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന നാടൻ പച്ചക്കറികൾ ഞൊടിനേരം കൊണ്ടാണ് വിറ്റഴിഞ്ഞു പോകുന്നത്. മുന്നൂറ്റി ദിവസവും കൃഷി നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശിനി KS ഷീജയുടെ കൃഷിയിടത്തിൽ നിന്നും ഓരോ ദിവസവും വിളവെടുക്കുന്ന പച്ചക്കറികൾ സമൂഹമാധ്യമം വഴിയാണ് വിറ്റഴിക്കുന്നത്. വിളവെടുപ്പ് നടത്തിയ പച്ചക്കറികളുടെ ഫോട്ടോസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നിമിഷങ്ങൾക്കകം തന്നെ ആവശ്യക്കാർ നേരിട്ടോ മൊബൈൽ വഴിയോ പച്ചക്കറികൾ ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും കൃഷിയിടത്തിലെത്തി വാങ്ങിപ്പോവുകയുമാണ് പതിവ്. ബ്രഹ്മകുളത്തെ വീടിനോട് ചേർന്നുള്ള 20 സെന്റ് സ്ഥലത്തും കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത 80 സെന്റ് കൃഷിയിടത്തിലുമായാണ് കൃഷി നടത്തിവരുന്നത്. 10 വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ആകൃഷ്ടയാകുന്നത്. രാവിലെ 5:30 മുതൽ കൃഷിയിടത്തിൽ സജീവമാകുന്ന ഷീജ 11 മണിയോടെയാണ് മടങ്ങുക. കൃഷിയുടെ എല്ലാ മേഖലയിലും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഷീജയുടെ പ്രവർത്തനം. ഓണക്കാലമായതോടെ നിരവധി പേരാണ് പച്ചക്കറിക്കായി എത്തുന്നതെന്ന് ഷീജ പറഞ്ഞു. പറയുന്നതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ തയ്യാറായാണ് ആവശ്യക്കാർ സമീപിക്കുന്നതെന്നും 365 ദിവസവും കൃഷിയിടത്തിൽ നിന്ന് പച്ചക്കറി വിൽക്കാനാകുന്നുണ്ടെന്നും ഷീജ കൂട്ടിച്ചേർത്തു. അതുപോലെ ഇത്രയും ഈ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ഞാൻ എല്ലാ കൃഷികളും, അത് ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസം എൻ്റെ വെജിറ്റബിൾസ് ഇവിടെ നിന്ന് നല്ല പോലെ സെയിലാവുന്നുണ്ട്. നല്ല ഡിമാൻഡാണ് ഇപ്പോൾ. ഓണം എന്നോടുകൂടി പറയണ്ട. ഇവിടെ തന്നെ ഇവിടെ തോട്ടത്തിനകത്ത് വന്ന് തന്നെ ഫ്രഷ് അവർക്ക് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു സന്തോഷം അതിന് നമ്മൾ അനുവദിക്കുന്നുണ്ട്. എല്ലാ സന്തോഷം മനസ്സിൽ ഇത്തരം കൃഷികളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷിരംഗത്തേക്ക് ഇറങ്ങി വരിക, കുട്ടികളെയും കൂട്ടി ഒപ്പം നിർത്തി നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണിത്. നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും ഗുരുവായൂർ നഗരസഭയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും തന്റെ അധ്വാനത്തിനുള്ള അംഗീകാരമായി ഷീജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
CCTV ന്യൂസ് കേച്ചേരി. ഓണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ വാതാലയേശൻ ക്രിയേഷൻസ് നിർമ്മിച്ച ഓണപ്പാട്ട് ചിങ്ങവയിൽ ശ്രദ്ധേയമാകുന്നു. ചിങ്ങവയിൽ പാടത്ത് തിരതുള്ളും തുമ്പികളെ അതിരണിയാൻ വരിക വരിക തുമ്പപ്പൂ കാടുകളെ. ചിങ്ങവയിൽ പാടത്ത് തിരതുള്ളും തുമ്പികളെ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ വരികൾ രചിച്ചത് മഹേഷ് ചിറ്റിലഞ്ചേരിയാണ്. ബിഷോയ് അനിയൻ സംഗീതം പകർന്ന ഗാനം ബിഷോയ് അനിയൻ, സജീഷ് നിസരി, അനീഷ് ഇടക്കുളം, നിഖിൽ നളിനാക്ഷൻ, വിനിൽ നളിനാക്ഷൻ എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. കണ്ണാക്കളി മുറ്റത്തൊരു തുമ്പ മുളച്ചു, തുമ്പ തലക്കിലൊരാലു പിറന്നു. പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച സംഗീതാൽബത്തിന്റെ ഛായാഗ്രഹകൻ വിജേഷ്നാഥും എഡിറ്റർ സുനിൽ പുലിക്കോട്ടിലുമാണ്. ആൽബത്തിന് നൃത്താവിഷ്കാരമൊരുക്കിയത് അനിൽ നടനെയാണ്. ദിവ്യസുധി വസ്ത്രാലങ്കാരവും സുന്ദരൻ ചെട്ടിപ്പടി ചമയവും നിർവഹിച്ച ആൽബത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ മീനാരാജ്, രജനി മുരളി എന്നിവർക്കൊപ്പം 20ഓളം കലാകാരന്മാരും അഭിനയിച്ചിട്ടുണ്ട്. ഓണപ്പാട്ടിന്റെ ഔപചാരിക പ്രകാശനം പ്രശസ്ത സിനിമാ താരം VK ശ്രീരാമൻ നിർവഹിച്ചു. NTV മഴവില് 369 എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയ ഗാനം ഇതിനോടകം ആയിരങ്ങൾ കണ്ടുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് CCTV. പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് അഡ്വക്കേറ്റ് PV നിവാസ്. ജനപ്രതിനിധിയായതിന്റെ 14ാം വർഷത്തിലും തന്റെ പതിവ് തെറ്റിക്കാതെ തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശാ വർക്കർക്കുമാണ് നിവാസ് ഓണക്കോടി സമ്മാനിച്ചത്. പണം പോക്കറ്റിലാക്കുന്നവരാണ് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ഇതിനൊരു വിപരീത മാതൃകയാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 11ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് PV നിവാസ്. പഞ്ചായത്ത് അംഗമായി തുടർച്ചയായി 3ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയനായ ജനപ്രതിനിധിയാണ് നിവാസ്. 2010-ൽ 10ാം വാർഡിൽ നിന്നും 2015-ൽ 9ാം വാർഡിൽ നിന്നും വിജയിച്ച നിവാസ് 3ാം അംഗത്തിലാണ് 11ാം വാർഡിന്റെ പ്രതിനിധിയായത്. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഓരോ ഓണക്കാലത്തും തന്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആശാപ്രവർത്തകർക്കും ഓണക്കോടി സമ്മാനിക്കുന്നത് നിവാസിന്റെ പതിവാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ആശാ വർക്കറും ഉൾപ്പെടെ 30-ലേറെ പേർക്കാണ് ഇക്കുറി നിവാസ് ഓണക്കോടി സമ്മാനിച്ചത്. വാർഡിന്റെ വികസന പ്രക്രിയയിൽ ഭാഗാഭാക്കായവർക്കാണ് തന്റെ വരുമാനത്തിലെ ഒരു വിഹിതം ഉപയോഗിച്ച് ഓരോ ഓണക്കാലത്തും ഓണക്കോടികൾ സമ്മാനിച്ചു വരുന്നത്. ഈ ഓണക്കാലത്ത് തന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി നടത്തി വാർഡിലുള്ളവർക്കും സമീപവാസികൾക്കും പൂക്കളമൊരുക്കാൻ സൗജന്യമായി പൂവ് പൊട്ടിച്ചു കൊണ്ടുപോകാൻ അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും രഹസ്യമായും പരസ്യമായും തന്റെ സഹായം എത്തിക്കാൻ നിവാസ് എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. പൊന്നോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങി. വിവിധയിടങ്ങളിൽ ഓണക്കോടി വിതരണവും ഓണച്ചന്തകളുടെ ഉദ്ഘാടനവും പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷകരിൽ നിന്നും ഹോർട്ടികോർപ്പിൽ നിന്നും സംഭരിച്ച നാടൻ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, കൃഷി ഓഫീസർ S ജയൻ, കൃഷി ഉദ്യോഗസ്ഥരായ സ്നേഹ വിജോസ്, ബിമോൾ, സരിത, ജിഷ എന്നിവർ പങ്കെടുത്തു. ഓണച്ചന്തയിൽ ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും വില കൂട്ടി സംഭരിച്ച് പൊതുജനങ്ങൾക്ക് വിലക്കുറവിൽ വിൽക്കുന്നതുവഴി പൊതുജനങ്ങൾക്കും കർഷകർക്കും ഒരേപോലെ ഓണക്കാലത്ത് ആശ്വാസമാകും. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് റീന ഡേവിസ്, സെന്റ് മേരീസ് ബദാനിയ പകൽ വീട്ടിലെ അംഗങ്ങൾ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ബേബി ഋതുലക്ഷ്മി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. ഫാദർ ബെഞ്ചമിൻ OIC, റീന ഡേവിസ്, ഫാദർ യാക്കോബ് OIC എന്നിവർ ഓണ സന്ദേശം നൽകി. ഓണത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതി സ്റ്റേജിലേക്ക് എഴുന്നള്ളിയ മഹാബലിയും വാമനനും ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. സ്കൂൾ അങ്കണം മനോഹരമായ വലിയ പൂക്കളം കൊണ്ടും വിവിധ വർണ്ണത്തിലുള്ള കേരള തനിമ വിളിച്ചോതുന്ന പുതുവസ്ത്രങ്ങളണിഞ്ഞ കുരുന്നുകളെ കൊണ്ടും മനോഹരമായിരുന്നു. കുട്ടികളുടെ പുലിക്കളി, ഓണത്തിന്റെ പ്രാധാന്യവും ഐതിഹ്യവും വരച്ചുകാട്ടുന്ന ഓണസ്കിറ്റ്, തുമ്പിത്തുള്ളൽ, ഓണച്ചൊല്ലുകൾ, തിരുവാതിരക്കളി, നൃത്തങ്ങൾ, വിവിധതരം ഓണക്കളികൾ എന്നിവയും നടന്നു. ഓണത്തിന്റെ പ്രധാന ആകർഷണമായ വടംവലിയും ഉറിയടിയും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരുടെ തിരുവാതിരക്കളിയുമുണ്ടായി. എല്ലാ അധ്യാപകരും അനധ്യാപകരും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ആഷ്ലിൻ C വിൽസൺ നന്ദി പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും ഓണപായസ വിതരണവും ഉണ്ടായി.
കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDSന്റെ ഓണം വിപണനമേള ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡ്, നഗരസഭാ അങ്കണം തുടങ്ങിയ ഇടങ്ങളിലാണ് വിപണനമേള ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബീർ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 വരെ വിപണനമേള പ്രവർത്തിക്കും. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണം വിപണനമേള ആരംഭിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തിൽ സജ്ജമാക്കിയ ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സൌമ്യ സുരേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർമാരായ MV ധനീഷ്, KR സിമി, മൈമുന ഷെബീർ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൾ വഹാബ്, മെമ്പർ സെക്രട്ടറി ദീപ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാടം വരെയാണ് വിപണനമേള നടക്കുന്നത്. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് KK സുരേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ MC ഐജു, MK ജോസ്, സുധീഷ് പറമ്പിൽ, കൃഷി ഓഫീസർ AV വിജിത, അസോസിയേഷൻ സെക്രട്ടറി AV ജോൺസൺ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ ചൊവ്വല്ലൂർ കരിയന്നൂർ പകൽവീട്ടിൽ ഓണാഘോഷവും പകൽവീടിന്റെ 1-ാം വാർഷികാഘോഷവും നടന്നു. പകൽവീട്ടിൽ നടന്ന വാർഷികാഘോഷത്തിന്റെയും ഓണാഘോഷത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജി വേണു, PK അസീസ്, ഷീബ ചന്ദ്രൻ, മുൻ പഞ്ചായത്ത് അംഗം സുൽഫത്ത് ബക്കർ, പകൽവീട് ജീവനക്കാരി രാജി അനിൽ, കുടുംബശ്രീ CDS അംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണസദ്യയും ഓണപ്പുടവ വിതരണവും ഉണ്ടായി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്ന ഷജിത, ഗിരിജ, ജയ എന്നിവർക്ക് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലുള്ള JT ഇലക്ട്രിക് ഉടമ അയ്യങ്കുളങ്ങര ടോം ജോർജ് ഓണക്കോടി നൽകി ആദരിച്ചു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നും അതിന് കേരളത്തിൽ ഹരിതകർമ്മസേനാ പ്രവർത്തനത്തിലൂടെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാവരും സഹകരിക്കണമെന്നും ടോം ജോർജ് പറഞ്ഞു. വാർഡ് മെമ്പർ ശിവാസ് VS, ബഷീർ കോലത്താഴത്ത്, മണികണ്ഠൻ പയ്യട, ബഷീർ, അലി പുലാക്കൽ എന്നിവർ സന്നിഹിതരായി. തൃത്താല MCM സ്കൂൾ മാനേജർ കൂടിയാണ് ടോം ജോർജ്. കടവലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ഓണസമൃദ്ധി കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. കൃഷി ഓഫീസർ KA അജി, അസിസ്റ്റന്റ് റോണി ചീരൻ, KP രാധിക എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണവിപണനമേള തുടങ്ങി. 12 മുതൽ 14 വരെ പഞ്ചായത്ത് പരിസരത്ത് നടക്കുന്ന വിപണനമേളയിൽ ഗുണമേന്മയുള്ള ജൈവരീതിയിൽ കൃഷി ചെയ്ത കുടുംബശ്രീ JLG ഗ്രൂപ്പുകളുടെ പച്ചക്കറികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ ബേക്കറി ഉൽപ്പന്നങ്ങൾ, ശർക്കര വരട്ടി, പുളിഞ്ചി, നേന്ത്രക്കുലകൾ, വിവിധതരം അച്ചാറുകൾ, ചെണ്ടുമല്ലിപ്പൂവ് എന്നിങ്ങനെയാണ് വിപണനം നടത്തുന്നത്. മേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ്, ഹക്കീം, ഗിരിജ, കൃഷി ഓഫീസർ അജി, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അക്കൗണ്ടന്റ് മഞ്ജുള മനോജ്, CDS മെമ്പർമാർ, അഗ്രി CRP എന്നിവർ പങ്കെടുത്തു. മെമ്പർ സെക്രട്ടറി ബിന്ദു നന്ദി പറഞ്ഞു. ഓണസമൃദ്ധി 2024 എന്ന പേരിൽ പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓണവിപണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ സെന്ററിൽ ആരംഭിച്ച ഓണവിപണി ഉത്രാടം നാൾ വരെ ഉണ്ടായിരിക്കും. കൃഷി ഓഫീസർ ഗംഗാദത്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർമാരായ ശോഭ പ്രേമൻ, ഇന്ദിര പ്രഭുലൻ, കൃഷി അസിസ്റ്റന്റ് നൌഫൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജാരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. കൃഷി അസിസ്റ്റന്റ് ശില്പ നന്ദി പറഞ്ഞു. കൃഷിഭവൻ ജീവനക്കാരായ മേഘന, രാജീന്ദ്ര, നിവേദിത, ശരണ്യ, ഫാത്തിമ എന്നിവരും കർഷക സമിതി ഭാരവാഹികൾ, കർഷക സുഹൃത്തുക്കളും പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണച്ചന്ത CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, മെമ്പർമാരായ ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, ശുഭ അനിൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ, CDS മെമ്പർമാരായ സോണി, അരുന്ധതി, ഷൈനി, ലീല, ജിഷ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ JLG കൃഷി ഗ്രൂപ്പുകളുടെ പച്ചക്കറികൾ, സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയും ലൈവ് ചിപ്സ്, ശർക്കര വരട്ടി, പായസം, ബിരിയാണി എന്നിവയും ചന്തയുടെ തിളക്കം വർദ്ധിപ്പിച്ചു.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ഓർമ്മക്കൂട്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കി ഓണം കൂടിച്ചേരൽ സംഘടിപ്പിച്ചു. ആഘോഷത്തിന് നീക്കിവെച്ച പണവും ഓർമ്മക്കൂട്ട് അംഗങ്ങളുടെ സംഭാവനയും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കൂടിച്ചേരൽ തീരുമാനിച്ചു. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ വി കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ എല്ലാ വർഷവും നൽകി വരുന്നതുൾപ്പെടെയുള്ള ഓർമ്മക്കൂട്ടിന്റെ സേവനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CT ഡേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS സേതുമാധവൻ, ട്രഷറർ ആനന്ദരാജ്, മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം KN നാരായണൻ, T സത്യനാരായണൻ, AS നദീറ, P അനികുമാരി, MN ലീലാമ, PR രാജേന്ദ്രൻ, K വേണു, KN ഗോവിന്ദൻ, PK സോമൻ എന്നിവർ സംസാരിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ വിദ്യാർത്ഥികളും PTA-യും ചേർന്നൊരുക്കിയ ചെണ്ടുമല്ലി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ, വൈസ് പ്രസിഡന്റ് രമേശ് ചേമ്പിൽ, MPTA പ്രസിഡന്റ് സരിത സതീഷ് കുമാർ, അധ്യാപക പ്രതിനിധികളും കുട്ടികളും പങ്കെടുത്തു. രക്ഷിതാക്കൾ ചേർന്ന് 700ഓളം പേർക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടരാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പ്രഭ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലയൺസ് ക്ലബ്ബ് സ്കൂളിന് നൽകിയ വീൽചെയർ എങ്കക്കാട് ലക്ഷം വീട് നഗറിൽ മെപ്പറമ്പിൽ സഫിയയ്ക്ക് നൽകി ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അജിത് അമ്പാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ് സ്വാഗതവും KSBT നന്ദിയും പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത്, MV അശോകൻ, ലയൺസ് പ്രസിഡന്റ് M സുരേന്ദ്രൻ, സെക്രട്ടറി രാജശ്രീ സുഗുണൻ, പ്രധാന അധ്യാപിക K ഗിരിജ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K രോഹിണി, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ രശ്മി G നായർ, MK ബിന്ദു ടീച്ചർ, അനു V അച്യുതൻ, സുജാത രമേശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ഷജിത, ഗിരിജ, ജയ എന്നിവർക്ക് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലുള്ള JT ഇലക്ട്രിക് ഉടമ ചാലിശ്ശേരി അയ്യംകുളങ്ങര ടോം ജോർജ് ഓണക്കോടി നൽകി ആദരിച്ചു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നും അതിന് കേരളത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളിലൂടെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാവരും സഹകരിക്കണമെന്നും ടോം ജോർജ് പറഞ്ഞു. വാർഡ് മെമ്പർ ശിവാസ് VS, ബഷീർ കോലത്താഴത്ത്, മണികണ്ഠൻ പയ്യട, ബഷീർ അല്ലിപ്പുലാക്കൽ എന്നിവർ സന്നിഹിതരായി. തൃത്താല MCM സ്കൂൾ മാനേജർ കൂടിയാണ് ടോം ജോർജ്. വെസ്റ്റ് മങ്ങാട് പൊന്നം അങ്കണവാടിയിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, ALMSE അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സദ്യയും ഒരുക്കിയിരുന്നു. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതിയമ്മ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി വരുണൻ കൊപ്പര ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, റിട്ടയേർഡ് ജില്ലാ DEO AK സുലോചന, സിസ്റ്റർ റോസ്ലിൻ, KV രാമകൃഷ്ണൻ, മാർട്ടിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. ശതാഭിഷേകത്തിലെത്തിയ PK സരസ്വതിയമ്മയെ ആദരിച്ചു. ഓണപ്പാട്ടുകളും ഓണസദ്യയും ഉണ്ടായിരുന്നു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ നൽകി. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം കുരുന്നുകളുടെ ഓണാഘോഷം ഓണപ്പുലരി 2024 സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, PTA പ്രസിഡന്റ് മുരളി T, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ഫാദർ തോമസ് ചിരൻ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഓണപ്പാട്ട്, കൈകൊട്ടിക്കളി, പുലിക്കളി, വടംവലി, സുന്ദരിക്ക് പൊട്ടുതടൽ, മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. അധ്യാപകരായ രാജി MK, രമാദേവി VP എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ അമ്മമാർക്ക് ഓണപ്പുടവ നൽകി. വായനശാലയിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. സുനിൽകുമാർ ചെറായി, റാണ പ്രതാപ് തുടങ്ങിയവർ സംസാരിച്ചു. M ഷിനോയ്, അഭിജിത്ത്, KP രാഹുൽ, പ്രവ്യ പ്രബിൻ, MS ശരത്ത്, V രാംജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റിയുടെ കീഴിലുള്ള അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകുന്നതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടിയിൽ നടന്നു. 50% സബ്സിഡി നൽകി 281 കുടുംബങ്ങൾക്ക് 3000 രൂപ വിലയുള്ള പലവ്യഞ്ജന കിറ്റുകളാണ് നൽകിയത്. എരുമപ്പെട്ടി ക്ലസ്റ്ററിനു കീഴിൽ ഗവൺമെന്റ് ITIക്ക് സമീപത്ത് നടന്ന ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ മേജർ KP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സീഡ് സൊസൈറ്റി പ്രസിഡന്റ് ബുഷറ റഷീദ് അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി സഫീന അസീസ്, ഭരണസമിതി അംഗങ്ങളായ PS സുനീഷ്, ജയശ്രീ മുള്ളൂർക്കര, അശ്വിനി വരവൂർ, സന്ധ്യ ദേശമംഗലം, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, MC ഐജു എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മറ്റ് വാർത്തകളിലേക്ക്. എളവള്ളി പഞ്ചായത്തിൽ വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ സനിൽ കുന്നത്തുള്ളി, സീമ ഷാജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഡോക്ടർ വൃന്ദ P വിനോദ്, ഡോക്ടർ മനീഷ ബാബു എന്നിവർ സംസാരിച്ചു. 80 വയോജനങ്ങൾ പങ്കെടുത്ത ക്യാമ്പിൽ കഷായം, തൈലം, അരിഷ്ടം, മെഡിക്കൽ ഗുളികകൾ എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു. വയോജനങ്ങൾക്കുള്ള തുടർ ചികിത്സ എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയിലും ചിറ്റാട്ടുകര ആയുർവേദ സബ് സെന്ററിലും ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കടവല്ലൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവല്ലൂർ വടക്കുമുറി അച്ചോത്ത് വീട്ടിൽ ബിജുവിന്റെ മകൻ 14 വയസ്സുള്ള നവനീതാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് വീട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചിറ്റണ്ട വരവൂർ റോഡിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കാർ യാത്രികർക്ക് പരിക്ക്. അതുവഴി പോവുകയായിരുന്ന പോലീസ് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും തലശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30ഓടെയായിരുന്നു അപകടം. നിരന്തര അപകട മേഖലയായ പ്രദേശത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം മുതൽ നമ്പഴിക്കാട് കരുവാൻപടി വരെയുള്ള ബസ് യാത്രയ്ക്കിടെ സ്വർണ്ണ കൈച്ചെയിൻ നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 99 47 88 74 40 86 06 89 74 01 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ സ്കൌട്ട് വിഭാഗം അധ്യാപകർക്കായി റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ സ്കൌട്ട് വിഭാഗം കോഴ്സ് ലീഡറായ അനിത C മാത്യു യൂണിറ്റ് ലീഡേഴ്സിന് ആവശ്യമായ ക്ലാസിന് നേതൃത്വം നൽകി. ജില്ലാ കമ്മീഷണറായ KJ പീറ്റർ, ഉപജില്ലാ സെക്രട്ടറിമാരായ MP പോളി, ബ്രില്യൻ വർഗീസ്, KL മനോഹിത്, ഷോബി T റൊണാൾഡ്, ജില്ലാ കോർഡിനേറ്റർ രാഹുൽ S ചുങ്കത്ത എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള യൂണിറ്റ് ലീഡേഴ്സ് കോഴ്സിൽ പങ്കെടുത്തു. രാവിലെ 9:30 ആരംഭിച്ച കോഴ്സ് വൈകിട്ട് 4:30 സമാപിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4ാം ഘട്ട മത്സ്യവിൽപ്പന നടത്തി. വെള്ളറക്കാട് ചെമ്പകശ്ശേരി ഗ്രൂപ്പ് വിട്ട് നൽകിയ 17 വാഹനങ്ങളും 34 തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തി തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കച്ചവടം നടത്തിയത്. വെള്ളറക്കാട് വില്ലേജ് പരിസരത്ത് നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി അധ്യക്ഷനായി. മത്സ്യക്കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് മത്സ്യഗ്രാമം മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നു. ഇതിനായി 7 കോടി രൂപയുടെ പദ്ധതിക്ക് രൂപരേഖയായി. പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് നഗരസഭാ ഹാളിൽ യോഗം ചേർന്നു. പുത്തൻകടപ്പുറത്ത് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മാണം, ബ്ലാങ്ങാട് ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾക്കായി കമ്മ്യൂണിറ്റി ഹാൾ, ഫിഷ് മാർക്കറ്റ് നവീകരണം, ബ്ലാങ്ങാടിലെയും പുത്തൻകടപ്പുറത്തെയും ഫിഷറീസ് കോളനിയിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കി മാറ്റൽ, മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യമായി ബോട്ട് വാങ്ങി നൽകൽ, മത്സ്യവിപണനത്തിന് വാഹനങ്ങൾ നൽകൽ, OBM വർക്ക്ഷോപ്പ്, ഡ്രൈ ഫിഷ് യൂണിറ്റ് നവീകരണം, ബ്ലാങ്ങാട് ബീച്ചിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനശാല തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് യോഗം തീരുമാനിച്ചു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ചാവക്കാട് നഗരസഭാ ഉദ്യോഗസ്ഥർ, റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവയുടെ സംയുക്ത ടീം മത്സ്യഗ്രാമത്തിൽ പരിശോധന നടത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി, തീരദേശ വികസന കോർപ്പറേഷൻ റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രമേശൻ KB, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ, നഗരസഭാ സെക്രട്ടറി ആകാശ് MS, ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാലി വി ജോർജ്, റവന്യൂ, ഫിഷറീസ്, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് ചാവക്കാട്.
വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക, രാഷ്ട്രീയ ലാഭത്തിൽ തൃശൂർ പൂരം കലക്കിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പന്തംകൊളുത്തി പ്രകടനത്തിന് ശേഷം മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, ജസ്റ്റിൻ കൂനമുച്ചി, AM മൊയ്തീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡിയത്ത്, ടിഒ ജോയ്, സെബീന റിറ്റോ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ സിംസൺ ജോർജ്, ബിജു കാക്കശ്ശേരി, MA ശ്രീകുമാർ, ജെൻസി ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി മ്യൂസിക് ആർട്ട് സെന്റർ മാക്കിന്റെ നേതൃത്വത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ സമാദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മാക് പ്രസിഡന്റ് ഡോക്ടർ VR ബാജി അധ്യക്ഷനായി. ലോകപ്രശസ്ത വീണ വിദ്വാൻ അനന്തപത്മനാഭൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. മാധ്യമപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ കല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി P ഗോപാലകൃഷ്ണൻ നായർ, കുന്നംകുളം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് KB ആനന്ദൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് PB ബാബു, പൈതൃകം ഗുരുവായൂർ സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ആനന്ദൻ പഴഞ്ഞി, നാരായണൻ നമ്പൂതിരി, ശ്രീജ, മാക് സെക്രട്ടറി ജവഹർ വെട്ടത്ത് എന്നിവർ സംസാരിച്ചു. ABJ മൂവി ഫെസ്റ്റിവലിൽ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയ മാക് കുടുംബാംഗം അജയ് ഘോഷ്, തരങ്ങഴി എന്ന നോവലിലൂടെ കണ്ടാണിശ്ശേരി കഥകൾക്ക് തുടർച്ച നൽകിയ യുവ കഥാകാരൻ രജിതൻ മാസ്റ്റർ എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരം നൽകി. തുടർന്ന് മാക് കലാകാരന്മാർ അവതരിപ്പിച്ച സുവർണ ഗാനസന്ധ്യയും സ്നേഹവിരുന്നും ഉണ്ടായി. CCTV ന്യൂസ് കേച്ചേരി. CISSE തായ്ക്കൊണ്ടോ മത്സരത്തിൽ പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിന് അഭിമാന നേട്ടം. അണ്ടർ 19 വിഭാഗത്തിൽ 68 വെയ്റ്റ് കാറ്റഗറിയിൽ പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ ദുർഗ P സുനിൽകുമാർ 2ാം സ്ഥാനവും, അണ്ടർ 14 വിഭാഗം ഓവർ 41 കിലോ കാറ്റഗറി, അണ്ടർ 35 വെയ്റ്റ് കാറ്റഗറി എന്നിവയിൽ ഇഷാൻ ഷബാബ് കാസിം, ശിവനന്ദ് PS എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പൊള്ളാച്ചിയിൽ സെപ്റ്റംബർ 8, 9, 10 തീയതികളിലായിരുന്നു മത്സരം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ 31 കുട്ടികൾ പങ്കെടുത്തതിൽ 9 പേർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പാലയൂരിനെ പ്രതിനിധീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോജി വർഗീസ്, വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിനോ ജോസഫ്, കായിക അധ്യാപകരായ S കല്യാണി, അലക്സ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം NSS ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ ക്ലാസ് എടുത്തു. PM കാവ്യ, CS അഭിനവ്, ആവണി പ്രദീപ് എന്നിവർ സംസാരിച്ചു. NSS ലീഡർമാരായ ഫാത്തിമ റൈഹാൻ സ്വാഗതവും KB നിരഞ്ജൻ നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി, അധ്യാപകരായ AV ദീപ, S ശാലിനി, K മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. വയനാടിന് കൈത്താങ്ങായി കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 14,27,430 രൂപ കൈമാറി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് സഹായധനമായി സമാഹരിച്ച തുകയാണ് വ്യാഴാഴ്ച രാവിലെ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കളക്ടർക്ക് കൈമാറിയത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ, സ്കൂൾ അധികൃതർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് സ്കൂളുകൾ സമാഹരിച്ച തുകയ്ക്കുള്ള ചെക്കുകൾ കളക്ടർ അർജുൻ പാണ്ഡിന് കൈമാറിയത്. ലെമർ പബ്ലിക് സ്കൂൾ തൃപ്രയാർ 5,11,600, അമൽ സ്കൂൾ ചമ്മന്നൂർ 1,65,830, SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി 1,30,000, ഗുർഷപ്പേട്ട് സ്കൂൾ മുല്ലശ്ശേരി 1,25,000, അമല മേരി റാണി സ്കൂൾ 1,00,000, ഗുരുദേവ സ്കൂൾ വരാക്കര 1,00,000, എക്സൽ പബ്ലിക് സ്കൂൾ കുന്നംകുളം 75,000, CK MNSS സ്കൂൾ ചാലക്കുടി 70,000, നിർമ്മലമാത സ്കൂൾ തൃശൂർ 50,000, സെന്റ് വിൻസെന്റ് സ്കൂൾ പള്ളോട്ടി 50,000, ദേവമാത പബ്ലിക് സ്കൂൾ തൃശൂർ 50,000 എന്നിങ്ങനെയാണ് സഹായധനമായി സമാഹരിച്ച് കൈമാറിയത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ്, സെക്രട്ടറി IT മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം.
ഒക്ടോബർ 7 നടക്കുന്ന 137ാമത് നാലാപാടൻ ജന്മദിനാഘോഷത്തിന്റെയും നാലാപാടൻ അവാർഡ് സമർപ്പണത്തിന്റെയും ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സി രാധാകൃഷ്ണൻ, ആശാ മേനോൻ, പി മോഹൻ ബാബു എന്നിവർ അടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിക്കുക. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യവാരത്തിലോ പ്രഖ്യാപനം നടത്തും. പുന്നേർകുളത്ത് കുന്നത്തൂർ മനയിൽ വെച്ച് നടത്തിയ സ്വാഗത സംഘം രൂപീകരണത്തിൽ നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറി കൃഷ്ണദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ടി.പി. ഉണ്ണി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സതീഷ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ ചോ മുഹമ്മദ് ഉണ്ണി, രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാൻ അബ്ദുൾ പുന്നേർകുളം, കൺവീനർ സക്രിയ കുന്നച്ചംവീട്ടിൽ, ട്രഷറർ കെ.എം. പ്രകാശ്, സുരേഷ് ആറ്റുപുറം, സജീവ് കരുമാലിക്കൽ, അലി കണ്ണത്തയിൽ, സജീഷ് ഷുക്കൂർ കോറത്തയിൽ എന്നിവർ അടങ്ങിയ സ്വാഗത സംഘ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. അനുശോചന പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിന് സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ പുന്നേർകുളം നന്ദി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെയും ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളെയും നേരിടുന്നതിനായി പുത്തൻ കടപ്പുറം GFUP സ്കൂളിൽ ബോധവൽക്കരണം ഒരുക്കി. ചാവക്കാട് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് ഹാസിർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക PK റംല, വാർഡ് കൌൺസിലർ PK രാധാകൃഷ്ണൻ, സൈക്കോളജിക്കൽ കൌൺസിലർ PV ഫാൻസി, ഷിമ ദിവാകരൻ, കൈലാസ്നാഥ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ CJ ജെൻസി, PR റജില, MK സലീം, ലിൻസി V തോമസ്, ഹെൽത്ത് ക്ലബ് അംഗങ്ങളായ ഫാത്തിമ നസ്രീൻ, അമീഷ, ഷെഹന ഷിറിൻ, പുണ്യ ഷെഹ്ബാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കർണാടകയിൽ നടക്കുന്ന ദേശീയ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിലേക്ക് MJ മുഹമ്മദ് ഹാദി തിരഞ്ഞെടുക്കപ്പെട്ടു. പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയും വെഫ കേരള ഫുട്ബോൾ അക്കാദമിയിലെ താരവുമാണ്. പന്നിത്തടം മമ്മസ്ര ഇല്ലത്ത് വീട്ടിൽ ജമാൽ റിബീന ദമ്പതികളുടെ മകനാണ്. വസീം, സിയാദ് എന്നിവർ സഹോദരങ്ങളാണ്. സെപ്റ്റംബർ 14 ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച കുന്നംകുളം ഉപജില്ലാ ടീമിലും അംഗമായിരുന്നു. തൊഴിലിടത്തിൽ മലമ്പാമ്പ്. കടങ്ങോട് കിഴക്കുമുറിയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. കിഴക്കൂട്ട് സജിയുടെ വീട്ടിൽ തരിശുഭൂമിയിൽ കൃഷി പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. പറമ്പിലെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ. പാമ്പിനെ കണ്ട് ഭയന്ന ഇവർ വാർഡ് മെമ്പർ CB സുഭാഷിനെ വിവരം അറിയിച്ചു. തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ അഷ്റഫ് പഴവൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. സെറിബ്രൽ പൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് തല അത്ലറ്റിക് മത്സരത്തിൽ അണ്ടർ 17 വിഭാഗത്തിൽ 1500 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം നേടിയ വെള്ളാറ്റഞ്ഞൂർ നാരങ്ങാളി വിനു രശ്മി ദമ്പതികളുടെ മകൻ ആദർശിനെ യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MG വിവേക്, വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, ഫ്രിൻഡോ ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിപണി. ചോർച്ചയിൽ നിന്നും വീടുകൾ സംരക്ഷിക്കാനാവശ്യമായ മെറ്റീരിയൽസുമായി കൂനമുച്ചിയിൽ SA ടെക് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. കൂനമുച്ചി സെന്ററിൽ KTJ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച SA ടെക് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ആദ്യ വിൽപ്പന നടത്തി. കൂറ്റനാട് എഡ്സ് മാർക്കറ്റിംഗ് മാനേജർ പാണ്ഡിയത്ത് ഹരിദാസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ അസീസ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വീടുകളെ ചോർച്ചയിൽ നിന്നും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ്. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ, ടൈൽ വർക്കുകൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, ക്ലാഡിംഗ് ടൈലുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാണ്.
Terac waterproofing, swimming pool, waterproofing, bitumen membrane coating, rectification works, wet wall treatment, fiber lamination, building reg, FRP coating എന്നീ സർവീസുകളും ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം SA Tech Construction Solutions, കൂനമുച്ചി. ഫോൺ 8921245372. മലർവാടി ടീൻ ഇന്ത്യ ആൻഡ് ലിറ്ററിംഗ് ആൻഡ് ക്ലീനപ്പ് ഡ്രൈവ് ക്യാമ്പയിന് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ തുടക്കമായി. ക്ലാസ് റൂമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന ശീലം കുട്ടികളിൽ വളർത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യകരമായ ജീവിതത്തിന് ശുചിത്വം അനിവാര്യമാണെന്ന സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ഹംസ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ KR രബ്യ, ക്ലാസ് ലീഡേഴ്സ്, മലർവാടി ടീൻ ഇന്ത്യ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിജ്ഞാ ചാർട്ടിലുള്ള ഒപ്പുശേഖരണത്തിന് സ്കൂൾ കോർഡിനേറ്റർ KP ഷാഹിദ നേതൃത്വം നൽകി. കടവല്ലൂർ വടക്കുമുറിയിൽ സെപ്റ്റംബർ 20 നടക്കുന്ന SKSSF തൃശൂർ ജില്ലാ മദീന പാഷന്റെ ഭാഗമായുള്ള പ്രചരണ ക്യാമ്പയിന് തുടക്കമായി. ചടങ്ങിൽ SKSSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി, ട്രഷറർ ഷാഹുൽ ഹമീദ് റഹ്മാനി, വൈസ് പ്രസിഡന്റ് നാസർ കടവല്ലൂർ, സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, അഹദ് ബാഫി, നിസാർ ഫൈസി, റഫീഖ് ഫൈസി പന്നിത്തടം തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം അയ്യംപറമ്പ് പനക്കൽ വീട്ടിൽ പരേതനായ ചുമ്മാർ മകൻ ബെന്നി നിര്യാതനായി. 59 വയസ്സായിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ, പാറയിൽ സെന്റ് ജോർജ് പള്ളി എന്നിവിടങ്ങളിൽ കപ്പിയറായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ഷീന ഭാര്യയാണ്. ജിസ്മരിയ, ഗ്രിഗറി എന്നിവർ മക്കളാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കല്ലായിൽ വേലായുധൻ മകൻ എജു നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലക്ഷ്മി മാതാവാണ്. ഷാജി, ഷിജു എന്നിവർ സഹോദരങ്ങളാണ്. ചൂണ്ടൽ പുതുശ്ശേരി കുത്തൂർ പരേതനായ ജോണി ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. ജോഷില, ജോജോ, ജിജോ എന്നിവർ മക്കളാണ്. വഴുതല ഗവൺമെന്റ് UP സ്കൂളിന് സമീപം തോണിയാറയിൽ മലായ മുഹമ്മദ് കുട്ടി നിര്യാതനായി. 89 വയസ്സായിരുന്നു. ഖബറടക്കം വഴുതല ജുമാ മസ്ജിദിൽ നടന്നു. ഐസുമു ഭാര്യയാണ്. ഷെരീഫ, ഷഹിദ, അബ്ദുള്ളക്കുട്ടി, നാസർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിപ്ലവം നെഞ്ചേറ്റിയ ഇതിഹാസ ജീവിതത്തിന് വിട. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് വിടവാങ്ങുന്നത് CPMലെ സൗമ്യതയുടെ ആൾരൂപം. ഒരുപാട് പേർക്ക് തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന പദ്ധതിയാണ് ടൂറിസം എന്ന ആലത്തൂർ MP K രാധാകൃഷ്ണൻ. കാട്ടകാമ്പാൽ പഞ്ചായത്ത് സ്രായിക്കടവിലെ ബോട്ട് സർവീസ് പദ്ധതി MP നാടിന് സമർപ്പിച്ചു. ആവശ്യമായ സുരക്ഷ ബോട്ട് യാത്രികർക്ക് ഒരുക്കുന്നില്ലെന്ന് ആരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPI അംഗങ്ങളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് ആരോപണം. വേലൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അപകട ഭീഷണിയായ മൺകൂനകൾ നീക്കം ചെയ്യുന്നില്ലെന്നും മാലിന്യ നിക്ഷേപം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ വിദ്യാഭ്യാസം തെളിച്ചമുള്ള വിദ്യാർത്ഥി ശബ്ദങ്ങളുടേതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉൽപാദനയും വിൽപ്പനയും തടയുന്നതിന് ശക്തമായ നടപടികളൊരുക്കാൻ എക്സൈസ് വിഭാഗം. കുന്നംകുളത്ത് MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന CISSE റീജിയണൽ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം.
കേരളത്തിലെ 63 ICSE സ്കൂളുകൾ 6 സോണുകളാക്കി തിരിച്ചു നടത്തുന്ന കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് 800-ലധികം വിദ്യാർത്ഥികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.